ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റ് ഇമാജിനേഷൻ. 2ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ് എ ഡോൾസ് ജേണി. എ ഡോൾസ് ജേണി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ യൂണിറ്റ് ആണ്. അതിൽ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്സ് കാണാം. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളേജ് ബട്ട് ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് ഡോർവേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. ഈ പിക്ചർ വായിക്കണം. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. Look at the following pictures and read the captions below. I love my doll very much. I give my doll a bath every day. I feed my doll regularly. എനിക്ക് എൻ്റെ ഡോളെ ഭയങ്കര ഇഷ്ടമാണ്. ഡോൾ ബൊമ്മാട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഡോളിനെ ഞാൻ എന്നും കുളിപ്പിക്കും, എന്നും ഭക്ഷണം കൊടുക്കും. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. ഐ lull my doll to sleep at night. Imagine you had a doll at home. How did you take care of it? നിങ്ങൾക്കും ഇതുപോലെ ഒരു ഡോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. So നോക്കൂ, imagine you had a doll at home. How did you take care of it? If I had a doll, I would take care of it by making sure it always had clean clothes to wear. I would find a cozy spot for it to sleep and talk to it about my day so it never felt lonely. അപ്പം ഞാൻ അതിനോട് എന്നും സംസാരിക്കും, അതിന് ക്ലീൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡോൾസ് ജേണി നോക്കാം. നമ്മളിതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം പറയാം. ഡോൾസ് ജേണി എന്ന ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളത്തിലുള്ള സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം. എ ഡോൾസ് ജേണി. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day, they met at the park in the evening. സോ ആദ്യം തന്നെ എന്താണ് ഡോൾസ് ജേണി? ഒരു പാവയുടെ യാത്ര അല്ലേ? അപ്പോൾ ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ അതൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. കഫ്ക എന്ന് പറയുന്ന ഒരാൾ കേട്ടോ, അദ്ദേഹമാണ് ഇതിൻ്റെ ഓഥർ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? കഫ്ക ഒരു പാർക്കിലൂടെ, ബെർലിനിലുള്ള ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടി കരയുന്നത് കാണുകയാണ്. എന്തായിരുന്നു അവൾ കരയാനുള്ള കാരണം? ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ഫേവറേറ്റ് ഡോൾ. അവളുടെ പ്രിയപ്പെട്ട ബൊമ്മ ഡോൾ പാവേനെ അവൾക്ക് നഷ്ടപ്പെട്ടു. കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അങ്ങനെ അവളുടെ കൂടെ ചേർന്നിട്ട് ഇയാളും ആ ഡോളിനെ തിരയും, പക്ഷെ കിട്ടിയില്ല. ഹി കൺസോൾഡ് ഹെർ. അവളെ സമാധാനിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അവൾക്ക് പ്രോമിസ് ചെയ്തു കൊടുക്കും, അടുത്ത ദിവസവും പാവേനെ തിരയാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അടുത്ത ദിവസം വൈകുന്നേരം മായ സമയത്ത് ഇവർ വീണ്ടും പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഈ പെൺകുട്ടിയുടെ പാവ നഷ്ടപ്പെട്ടു. കഫ്ക തിരയാൻ വേണ്ടി സഹായിക്കുകയാണ്. After searching for some time, Kafka pretended that he had found a letter under a bench in the park. അപ്പോൾ കുറച്ചു നേരം തിരഞ്ഞതിന് ശേഷം നമ്മുടെ കഫ്ക എന്തായിട്ട് അഭിനയിക്കും? ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രിറ്റൻഡ് ചെയ്യാണ് കേട്ടോ. അതായത് ശരിക്ക് നടിക്കുകയാണ് അദ്ദേഹം ചെയ്യണത്. ശരിക്കും അങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നില്ല. കിട്ടിയതായിട്ട് ആ കുട്ടിയോട് നുണ പറയുകയാണ്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. എന്നിട്ട് ആ ലെറ്റർ ആ കുട്ടിക്ക് കൊടുക്കുന്നു. ശരിക്കും ആ ലെറ്റർ ഇദ്ദേഹം തന്നെ എഴുതിയതാണ്. നമുക്കത് അതിലേക്ക് വരാം. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. കഫ്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ലെറ്റർ നേരത്തെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നതായിരുന്നു. അത് ഡോൾ, ആ പാവ എഴുതിയ ലെറ്റർ ആണെന്ന് കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കും. ഡോണ്ട് വെറി അബൌട്ട് മീ, ദ ലെറ്റർ സെഡ്. ഐ എം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ആ ലെറ്ററിൽ എന്താണ് കാര്യം? കണ്ടന്റ് എന്തായിരുന്നു? ലെറ്റർ ഇങ്ങനെയായിരുന്നു: എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ലോകം ചുറ്റാനുള്ള ഒരു യാത്രയിലാണ്, ഒരു ട്രിപ്പിലാണ് അല്ലേ.
ഒരു ട്രിപ്പിലാണ്, ലോകം ചുറ്റുന്ന ഒരു യാത്രയിലാണ്. ഇറ്റ് ഇസ് റിയലി എക്സൈറ്റിംഗ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ എം ബാക്ക്. അപ്പോൾ ഞാൻ തിരിച്ചെത്തുമ്പോൾ എല്ലാം നിന്നോട് പറയാം എന്നതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഈ ലെറ്റർ, ഇതുപോലുള്ള ലെറ്ററുകൾ പാവയിൽ നിന്ന് നിരന്തരം കിട്ടിക്കൊണ്ടേയിരുന്നു. അതായത് പാവ എവിടെയൊക്കെ പോണു, പാവയുടെ ആ ഒരു അഡ്വഞ്ചർ, സാഹസികതയെക്കുറിച്ചൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത്. The letters delighted the girl. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. അപ്പോൾ ഇതിങ്ങനെ കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് കഫ്ക ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഈ പെൺകുട്ടി ദിവസങ്ങൾ കഴിയുന്തോറും മൂടി ആയിക്കൊണ്ടിരുന്നു, അതായത് ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ. ഷി ബാഡ്ലി വാണ്ടഡ് ഹർ ഡോൾ ടു കം ബാക്ക് ആൻഡ് കഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും ആ പാവക്കുട്ടി തിരിച്ചെത്തണമെന്ന് അവൾ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. കത്തുകൾ, അപ്പോൾ പിന്നെ കഫ്കയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ ഞാൻ എത്ര കാലം കത്ത് എഴുതിയിട്ട്, ഞാൻ ഡോളാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് കത്ത് എഴുതുന്നത് ഡോളിൻ്റെ പേരിൽ. അപ്പോൾ എത്ര കാലം ഈ കുട്ടിക്ക് ഇങ്ങനെ ലെറ്റർ എഴുതാൻ പറ്റും? ഒടുവിൽ അയാൾ ഒരു വഴി കണ്ടെത്തുകയാണ്. There were no letters for some days. കുറച്ച് ദിവസത്തേക്ക് കത്തൊന്നും വന്നില്ല. Then one day Kafka told the girl that the doll was engaged to be married. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ കഫ്ക ആ പെൺകുട്ടിയോട് പറയും, പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പാവ കല്യാണം കഴിക്കാൻ പോകണം. പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഹി ഹാഡ് മെറ്റ് ഹർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു യാത്രക്കിടയിൽ ഞാൻ എന്ത് ചെയ്തു, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമാണ്, എൻഗേജ്ഡ് ആയി എന്ന് പറയും. കഫ്ക ഓൾസോ ടോൾഡ് ഹർ ദാറ്റ് ഷീ ഹാഡ് എവർ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദി യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അങ്ങനെ ആരെയാണ് മാരേജ് ചെയ്യാൻ പോണെന്നുള്ളത് കഫ്കയോട് പറഞ്ഞു. കഫ്കയ്ക്ക് ഈ ഡോൾ അതിനെ പരിചയപ്പെടുത്തി, ആരെ മാരേജ് ചെയ്യണു ആ യങ് മാനിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു എന്നും കൂടി കഫ്ക പറയും. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായി കത്തെഴുതാൻ പറ്റാത്തതിൽ നിരാശയും അറിയിച്ചു. ഡോള് ഇതൊക്കെ തന്നോട് പറഞ്ഞു എന്ന് കഫ്ക ഈ പെൺകുട്ടിയോട് പറയുകയാണ് കേട്ടോ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് as soon as the preparations for the wedding were over. അപ്പോൾ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, കത്തുകൾ എഴുതാം എന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹർ ഡോൾ ബട്ട് ഷീ വാണ്ടഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹർ അഗൈൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായി. പക്ഷെ എന്നിരുന്നാലും അവൾ എപ്പോഴാണ് ഇനി പാവയെ കാണാൻ കഴിയുക എന്നുള്ളതിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ ചിന്തയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്റ്റോറി വരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ കഥ, ചെറിയൊരു സ്റ്റോറിയാണ്. പിന്നെ നമുക്കിതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. വാട്ട് ഡിഡ് കഫ്ക പ്രോമിസ് ദ ഗേൾ? ഹി പ്രോമിസ്ഡ് ദ ഗേൾ ടു ജോയിൻ ഹർ ദ ഫോളോവിങ് ഡേ ഇൻ ഹർ സെർച്ച് ഫോർ ഹർ ലോസ്റ്റ് ഡോൾ. വൈ വാസ് ദ ഗേൾ മൂഡി? എന്തായിരുന്നു മൂഡി ആവാൻ കാരണം? ദ ഗേൾ വാസ് മൂഡി ബിക്കോസ് ഓൾദോ ഷി വാസ് ഗെറ്റിംഗ് ലെറ്റേഴ്സ് ഫ്രം ഹർ മിസ്സിംഗ് ഡോൾ ഷി വാസ് നോട്ട് ഏബിൾ ടു സീ ഹർ. ലെറ്ററൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെ കാണാൻ കഴിയുന്നില്ല എന്ന സങ്കടം. There were no letters for some days. Why? കുറച്ച് ദിവസത്തേക്ക് ലെറ്റേഴ്സ് ഒന്നുമില്ല. എന്തുകൊണ്ടാ? This was part of a plan by Kafka. Kafka would later tell the girl that the doll was too busy in her preparations for her wedding and so she did not have the time to write letters. അപ്പോൾ അവർ ആ പെൺകുട്ടിയോട് പറയും, ഡോള് അതിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ലെറ്റർ എഴുതാത്തതെന്ന്. ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? സജസ്റ്റ് അനദർ എൻഡിങ്. നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിങ് ഇഷ്ടപ്പെട്ടു, കഥയുടെ അവസാനം എങ്കിൽ വേറൊരെണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരെണ്ണം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നോ, ഐ ഡോണ്ട് ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഐ വുഡ് എൻഡ് ദ സ്റ്റോറി ഇൻ അനദർ വേ. ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ഹർ ഡോൾ ടു റിട്ടേൺ ഷീ ബിഗിൻസ് റൈറ്റിംഗ് ഹർ ഓൺ ലെറ്റേഴ്സ് ബാക്ക് ടു ദ ഡോൾ, ഡീറ്റെയിലിംഗ് ഹർ ഓൺ അഡ്വഞ്ചേഴ്സ് അറ്റ് സ്കൂൾ ആൻഡ് പാർക്ക്. ഇയേഴ്സ് ലേറ്റർ ഷീ ബിക്കംസ് എ റൈറ്റർ ഹെർസെൽഫ്, റിയലൈസിംഗ് ദാറ്റ് കഫ്ക ഡിഡ്ന്റ് ജസ്റ്റ് സേവ് ഹർ ഡോൾ, ഹി ഗേവ് ഹർ ദ ഗിഫ്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഈ കഥയുടെ എൻഡിങ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പെൺകുട്ടി ഡോളിൻ്റെ ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് സ്കൂളിൽ നടന്ന്, പാർക്കിൽ നടന്ന്, അവളുടെ ജീവിതത്തിൽ നടന്നതിനെ കുറിച്ചൊക്കെ ഈ ഡോളിൽ ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൾ വലുതാവുന്ന സമയത്ത് ഒരു ദിവസം അവൾക്ക് റിയലൈസ് ആവും, അങ്ങനെ അവളൊരു എഴുത്തുകാരിയായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എൻഡിങ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സാണ്. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. പാർട്ട് 2 ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുന്നത്